അച്ഛൻ ഒരു ഇടതുപക്ഷ ചിന്താധികാരനായിരുന്നെങ്കിൽ ഒരു സ്റ്റേറ്റുകാർ നമ്മളെ വീട്ടുമ്പോൾ കട പോരും. കറകളെന്ന കോൺഗ്രസ്സനായിട്ട് VM സുധീരൻ സാറിൻ്റെ മാത്രം ഒരു ഇതിലാണ് അന്ന് അവിടെ ആദരവ് നടന്നത്. അതിന് എന്നെയും ഒരുപാട് പേര് എതിർത്തു. അച്ഛനൊരു സിനിമ വിളിച്ചു, അത് PG വിശ്വനാഥ് സാറിൻ്റെ പടമായിരുന്നു. അച്ഛനും ഞാനും കൂടെ ആലുവയിൽ ചെന്ന് റൂം എടുത്തിട്ട് പിറ്റേ ദിവസം അറിയുന്നത് അച്ഛനെതിൽ വേഷം ആ വേഷം തിലകം ചെയ്തു. അപ്പോൾ അങ്ങനത്തെ സൂപ്പർ താരകളും ഇല്ലാത്തതുണ്ട്. അപ്പോൾ അച്ഛനെ വെച്ചിരുന്ന ഒരുപാട് വേഷങ്ങൾ ജോസ് പ്രകാശും ബാലങ്കരനായാലും കൊണ്ടുപോയിട്ടുണ്ട്. ഞങ്ങൾക്ക് പേടിയായിരുന്നു അച്ഛൻ ഉള്ളത് പറഞ്ഞു. സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അച്ഛനങ്ങ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര. അന്ന് ഈ വാട്സപ്പും ഫേസ്ബുക്കും ഒന്നുമില്ല. 30 വർഷം മുമ്പ് ലൈറ്റ്നിങ് കോളെന്ന് പറയും, എമർജൻസി കോളാണ്. ലൈറ്റ്നിങ് കാർഡ് ഇവിടെ ഞങ്ങളുടെ ലാൻഡ് ഫോണിൽ വരുന്നു. അപ്പോൾ ഫോൺ എടുത്തപ്പോൾ ഞാനാണ് എടുത്തത്. ഇപ്പോഴും ആ ഇത് ഓർമ്മയുണ്ട്. ഹലോ, GK വീടല്ലേ അത് ചോദിച്ചു പുള്ളി. അതെ, മലയാളികളുടെ പ്രിയപ്പെട്ട ശ്രീ GK പിള്ളൈ സാറിൻ്റെ കുടുംബമാണ് ഇന്ന് അമ്പിളിക്കാഴ്ചകളിൽ അതിഥികളായി എത്തുന്നത്. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. GK പിള്ളൈ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 65 വർഷത്തോളം അദ്ദേഹം മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നിരുന്നു. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അദ്ദേഹം ഒരു പട്ടാളക്കാരനായിരുന്നു. 2ാം ലോക മഹായുദ്ധകാലത്താണ് പട്ടാളത്തിൽ ചേർന്നതെന്ന് കേട്ടിട്ടുണ്ട്. ചിറയൻകീഴുകാരനാണ്. അപ്പോൾ അദ്ദേഹം സിനിമയിലേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യത്തെ കുറിച്ച് സ്വാഭാവികമായിട്ടും മകനോട് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അറിയാം. അത് അച്ഛൻ അവിടെ ഇങ്ങനെ ഈ ചെറിയ കുടുംബമായിരുന്നല്ലോ. അങ്ങനെ വന്നപ്പോഴത്തേക്ക് പട്ടാളത്തിൽ ചേർന്നിട്ട് ആഗ്രഹം വന്നു. ആ പട്ടാളത്തിലോട്ട് പോയി. പട്ടാളത്തിൽ എനിക്ക് 13 വർഷം അച്ഛൻ അവിടെ പൂർത്തിയാക്കി. പിന്നെ 2 കൊല്ലം കൊണ്ട് കഴിഞ്ഞ് അച്ഛൻ്റെ പെൻഷൻ കിട്ടുമായിരുന്നു. പക്ഷേ ആ സമയത്താണ് അച്ഛൻ്റെ കൂടെ ഉള്ള അച്ഛൻ്റെ നാട്ടുകാരനായ ശ്രീ പ്രേംസീർ അബ്ദുൽ ഖാദർ എന്ന പ്രേംസീർ സിനിമയിലിട്ട് വരുന്നത്. അപ്പോൾ അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞാൽ നസീർ സാറ് സിനിമയിൽ വരുന്ന ആ മോഹം കൊണ്ടാണ് അച്ഛന് സിനിമയിലോട്ട് വേണമെന്നൊരു ആഗ്രഹം വന്നത്. അങ്ങനെയാണ് അച്ഛൻ അവിടെ നിന്ന് ആ 13 വർഷത്തെ ജീവിതം മതിയാക്കൊണ്ട് സിനിമയിലോട്ട് വരുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ആ 15 വർഷം പൂർത്തിയാക്കാളായിരുന്നു. പക്ഷെ അത് പൂർത്തിയാക്കാതെ അച്ഛൻ സിനിമയിലോട്ട് വന്നു. അങ്ങനെയാണ്. അതെ. അപ്പോൾ സിനിമയിലോട്ട് വരാനുള്ള പ്രചോദനം നസീർ സാർ തന്നെയാണ്. കാര്യം അച്ഛൻ്റെ നാട്ടുകാരൻ അച്ഛനോട് പഠിച്ചതാണ്. അച്ഛൻ്റെ ഒരു വശം ഞങ്ങളുടെ മൂത്തും അങ്ങനെ ഒരേ സ്കൂളിൽ അവർ പഠിച്ചത്. വളരെ ദൂരമില്ല. കുന്തള്ളൂർ അച്ഛൻ്റെ വീടും വീട് വളരെ ദൂരമില്ല. അപ്പോൾ അങ്ങനെയാണ് അച്ഛൻ സിനിമയിൽ വരാനുള്ളൊരു പ്രയോജനം. അത് കഴിഞ്ഞ് വന്നത് സ്നേഹസീമയായിരുന്നു. ആദ്യ സിനിമ. കുറേ കാലം വൃദ്ധന്റെ വേഷത്തിൽ, അങ്ങനെ ഒരു പ്രായമായവരുടെയൊക്കെ വേഷത്തിലായിരുന്നു. അല്ല, കുറേ കാലമല്ല, അത് 1-2 സിനിമ മാത്രമേ ഇങ്ങനെ വന്നുള്ളൂ. പിന്നെ അച്ഛൻ വില്ലൻ വേഷത്തിലോട്ടാണ് വന്നത്. നായർ പിടിച്ച പുലിവാൽ അങ്ങനെ തുടങ്ങി. ജയമാരുതി, അപ്പോൾ അന്നത്തെ ഒരു വലിയ കമ്പനിയാണ് ജയമാരുതി പ്രൊഡക്ഷൻസ്. പിന്നെ ഇപ്പോൾ ഈ ഭാസ്കരൻ മാഷ്, ശ്രീമാരൻ തമ്പി, സേതുമാധവൻ സാറ്, അങ്ങനെ ഒരുപാട് സിനിമയിൽ. തുടക്കകാലത്ത് ഒരു സിനിമയുടെ തുടക്കകാലത്തെ കുറിച്ചൊക്കെ. തുടക്കകാലത്ത് എൻ്റെ ഓർമ്മയിലാണ് അച്ഛൻ അന്ന് നമുക്ക് കണിയാണം കിട്ടത്തില്ലേ. അച്ഛൻ ഇങ്ങനെ മദ്രാസിലാണ്. അപ്പോൾ അച്ഛൻ അവിടെ ഒരു സ്വാമീസ് ലാഡ്ജ് ഒരു സ്ഥലമുണ്ട് മദ്രാസിൽ സ്വാമീസ് ലാഡ്ജ്. അവിടെയാണ് ഒട്ടുമിക്ക നാടകമായ അവിടെയാണ്. KP ഉമ്മർ, അച്ഛൻ, സത്യൻ, എല്ലാവരും അവിടെയാണ്. ഞാനവിടെ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് സ്ഥിരം. അപ്പോൾ അന്നൊക്കെ തന്നെ ഷൂട്ടിങ്ങാണ്. അപ്പോൾ ഈ 1 മാസം കഴിഞ്ഞൊക്കെ അച്ഛൻ വരും. അപ്പോൾ അച്ഛൻ വരുന്ന ദിവസം നമുക്കൊരു ഓണം പോലെയാണ് അന്ന്. പിന്നെയാണ് സിനിമയെന്ന് ഈ സീരിയലിലോട്ട് വരുന്നത്. അപ്പോൾ അന്ന് ഈ സിനിമയിൽ തന്നെ ഉള്ളപ്പോഴേക്കും നാടകത്തോടും അച്ഛന് ഭയങ്കര കമ്പമായിരുന്നു. പിന്നെ കുറേ കാലം നാടകത്തിൽ അഭിനയിച്ചു. അച്ഛൻ്റെ 1-2 നാടകങ്ങൾ ഭയങ്കര ഹിറ്റായിരുന്നു. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറൊക്കെ ഭയങ്കര ഹിറ്റായിരുന്നു. ഈ വില്ലനേഷങ്ങൾ ചെയ്യുമ്പോൾ ഡ്യൂപ്പ് ഉപയോഗിക്കാത്ത അതൊരു പ്രധാന പറയേണ്ട കാര്യമാണ്, എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പക്ഷെ നിങ്ങൾ മക്കളുടെ അടുത്ത് എങ്ങനെയായിരുന്നു? അതേ ഇദ്ദേഹത്തിന്റെ എപ്പോഴും എല്ലാവരും പറയുന്ന ഒരു പരുക്കൻ ശബ്ദമാണ്, കണ്ടാലും പേടിയാവുന്ന ഒരു രൂപമാണ്. പക്ഷെ നിങ്ങളുടെ മക്കളുടെ അടുത്തൊക്കെ എങ്ങനെയായിരുന്നു? ഇല്ല, അങ്ങനെയല്ല. അത് ആ സിനിമയിൽ മാത്രമേ ഉള്ളൂ. വേറെ വെളിയിൽ വരുമ്പം അങ്ങനത്തെ ആളല്ല. പിന്നെ ഈ മിലിറ്ററിയിൽ ആയതുകൊണ്ട് എന്നാൽ പൂർണ്ണമായിട്ട് അങ്ങനെയല്ല, കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു ആൾ. എല്ലാ കാര്യങ്ങളും വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. ജീവിത ശൈലി തന്നെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ഞങ്ങൾക്ക് പേടിയായിരുന്നു അച്ഛൻ ഉള്ളത് പറഞ്ഞു. സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അച്ഛനങ്ങ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര. പട്ടാളക്കാരനായത് കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ അത് ഞങ്ങൾക്കതൊരു ബുദ്ധിമുട്ടും വന്നിട്ടുണ്ട്. അച്ഛൻ്റെ ഇപ്പോൾ ഒരു 6 മണിക്ക് നമുക്ക് എവിടെയെങ്കിലും പോകണമെന്ന് പറഞ്ഞാൽ അച്ഛൻ 4 മണിക്ക് ഒരുങ്ങി അവിടെ നിൽക്കും. നമ്മൾ അതുപോലെ എണീറ്റ് ഒരുങ്ങി കറക്റ്റ് സമയത്തിന് ഇറങ്ങി ഇരിക്കണം. പക്ഷേ അതോടൊപ്പം അച്ഛൻ്റെ സ്നേഹവും നമുക്കുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. അതൊക്കെ ഉണ്ട്. ഇപ്പോൾ ഓരോരുത്തർ കൊഞ്ചലും അങ്ങനെ മക്കളെ അടുത്തിരുത്തി അങ്ങനെ കൊഞ്ചിക്കൽ അങ്ങനെയൊന്നുമില്ല. പക്ഷേ നിറച്ച് സ്നേഹമാണ്. കാരണം നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നാലോ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഒരു നിമിഷം പോലും വെച്ച് താമസിപ്പിക്കാൻ സമ്മതിക്കത്തില്ല. പിന്നെ ഷൂട്ടിങ്ങിനൊക്കെ പോയിട്ട് വരുമ്പം അതിനകത്ത് സിനിമ ഇതിലിടുന്ന അവരുടെ ഓർണമെൻറ്റ്സും അമ്മയ്ക്ക് സാരിയും ഞങ്ങൾക്ക് അതിൻ്റെ ഡ്രസ്സും എല്ലാം. കാരണം പണ്ടൊക്കെ ഷൂട്ടിങ്ങിന് പോയാൽ 1-2 മാസം കഴിഞ്ഞല്ലേ അച്ഛൻ വരുള്ളൂ. അപ്പം അച്ഛൻ ഇങ്ങനെ വരുമ്പോൾ ട്രെയിനിലാണ് വരുന്നത്. അന്നൊക്കെ ട്രെയിനിലാണ് വരുന്നത്, മദ്രാസ് മെയിലിൽ.
ഞങ്ങൾ രണ്ട് ഇരട്ടകളായതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടും ഒരേപോലത്തെ ഡ്രസ്സുകൾ എടുത്തുകൊണ്ട് വരും. ഒരേ പാവാട, ഒരേ ഉടുപ്പ്. അനിയത്തിക്ക് വേറൊരു കളറായിരിക്കും. ഷൂട്ടിങ്ങിന് കൊണ്ടുപോകും. ഷൂട്ടിങ് ഞങ്ങൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. ഷൂട്ടിങ് കാണാൻ കൊണ്ടുപോകും. കുങ്കുമപ്പൂവിന്റെ സീരിയൽ ഒരുവിധം ആൾമോസ്റ്റ് എല്ലാം ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ട്രിവാൻഡ്രത്ത് പിന്നെ എല്ലാവരും കൂടി അങ്ങനെ ഷൂട്ടിങ് കഴിഞ്ഞിട്ടൊക്കെ വരുമ്പോൾ ഔട്ടിങ്ങിന് ഹോട്ടലിലൊക്കെ ഭക്ഷണം കഴിയും. ഞങ്ങളൊക്കെ അങ്ങനെ വല്ലപ്പോഴാണ് അന്നൊക്കെ പോകുന്നത്. പക്ഷേ ഇതെന്ന് പറയുന്നത് ഞങ്ങളുടെ കുട്ടിക്കാലത്തെ കാര്യമാണ്. പക്ഷേ ഞങ്ങളൊക്കെ കല്യാണം കഴിഞ്ഞപ്പോൾ കുറേയൊക്കെ മാറ്റം. ഞങ്ങൾ 6 മക്കളാണ്. ഞങ്ങളുടെ മൂത്ത ഒരു ചേട്ടൻ, പുള്ളി ഫാമിലിയായിട്ട് ലണ്ടനില്ല. അതിൻ്റെ താഴെ 3 പെൺമക്കൾ, ഞാൻ, ഞങ്ങളുടെ ഇരട്ട, പിന്നെ ഒരു അനിയത്തി. ഏറ്റവും താഴെയുള്ളത് കൊല്ലത്തുള്ളത്. സിനിമ ഷൂട്ടിങ് പണ്ട് കുഞ്ഞിലെയൊക്കെ അമ്മയാണ് കൂടുതൽ കൊണ്ടുപോകുന്നത്. ഷീലയൊക്കെ അഭിനയിക്കുന്ന അവളൊരു ദേവാലയം, അങ്ങനെ 2-3 ഫിലിമിൽ അത് എപ്പോഴും അങ്ങനെ കൊണ്ടുപോകാറില്ല. ചില പ്രത്യേക ഇത് വരുന്ന സമയത്ത് അമ്മയെ കൊണ്ടുപോയിട്ടുണ്ട്. ഞങ്ങളൊക്കെ പിന്നെ ഇവളുടെ മാരേജൊക്കെ കഴിഞ്ഞ് ലീവിനൊക്കെ ചേട്ടൻ വരുന്ന സമയത്തൊക്കെ അച്ഛൻ ചിലപ്പോൾ വീട്ടിലുണ്ടാവില്ല, ഷൂട്ടിംഗ് സ്ഥലത്തായിരിക്കും. അപ്പോൾ അച്ഛനെ കാണാൻ വേണ്ടിയിട്ടും ഒക്കെ അവിടെ പോയായിരിക്കും ചിലപ്പോൾ ഞങ്ങളങ്ങനെ അച്ഛനെ കാണുന്നത്. അപ്പോഴൊക്കെ ഞങ്ങൾ അച്ഛൻ്റെ കൂടെ ചിലപ്പോൾ അച്ഛൻ റൂമെടുത്ത് എവിടെയാണെന്ന് വെച്ചാൽ അവിടെ താമസിക്കുകയും ഷൂട്ടിങ്ങിൽ കാണുകയും അച്ഛൻ്റെ കൂടെയൊക്കെ ഒരു ചിലവഴിച്ചിട്ടാണ് നമ്മൾ പോയിട്ടുണ്ട്. സിനിമ മദ്രാസിൽ, സേലത്ത് മദ്രാസിൽ എന്ത് വിശേഷമായിരുന്നാലും സദ്യ ആയിരുന്നാലും സദ്യയൊക്കെ ആകുമ്പോൾ ഇലയിട്ട് കൊണ്ടുമ്പോൾ ഞങ്ങൾ അച്ഛനെ കൂടെ ഇരുത്തും. അച്ഛൻ കൂടെ ഞങ്ങളെ കൂടി ഇരിക്കി ഒരുമിച്ചിരുന്ന് നമുക്ക് എല്ലാവരും കൂടെ കഴിക്കാന്ന് പറയുമ്പോൾ നിർബന്ധിക്കുമ്പോൾ വന്നിരിക്കാം. ചിറയൻകീഴുകാരനായിട്ടും അദ്ദേഹം പിന്നീട് ഇടവയിൽ വന്ന അമ്മ കല്യാണത്തിന്. അതെ, അച്ഛൻ ജനിച്ചതും ഞങ്ങൾ ജനിച്ചതും എല്ലാം ചിറയൻകീഴ. അപ്പോൾ അവിടെ നിന്ന് ഈ പാർട്ടിഷൻ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് അവിടെ നിന്ന് വിടേണ്ടി വന്നു. അങ്ങനെയാണ്. ഇത് അമ്മയുടെ സ്ഥലമാണ്. ഇടവ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ സ്ഥലമാണ്. ഞങ്ങൾ ഇങ്ങോട്ട് ചേക്കേറി. ഇപ്പോൾ ഇവിടെ ഏതാണ്ട് 50 വർഷമായി. മകളെ പോലെ തന്നെയായിരുന്നു അച്ഛനെ കണ്ടിരുന്നത്. പിന്നെ എല്ലാ കാര്യത്തിനും അച്ഛന് ഞാൻ വേണം. ഭക്ഷണം വിളമ്പി കൊടുക്കാനും അച്ഛനൊരു എവിടെയെങ്കിലും പോകുന്നെങ്കിൽ ഡ്രസ്സ് എടുത്ത് കൊടുക്കാനും എല്ലാം ഞാൻ തന്നെയായിരുന്നു. അപ്പോൾ സാറ് സിനിമയിൽ എങ്ങനെ അത്ര സജീവമായിരുന്നു? ഞാൻ ഈ കല്യാണം കഴിഞ്ഞ് വന്ന് 97 മുതൽ അച്ഛൻ സീരിയലിൽ ഫുൾ ടൈം സീരിയൽ തന്നെ. മിക്കവാറും ദിവസങ്ങൾ ഇവിടെ കാണൂല. ഓരോ പരിപാടികൾക്കായിട്ട് പോകും. ഏതാണ്ട് 10-57 സീരിയൽ അച്ഛൻ അഭിനയിച്ചിട്ടുണ്ട്. KK രാജീവിൻ്റെ പൊരുത്തം എന്ന് പറഞ്ഞതാണ് ഏതാണ്ട് 2ാമത്തെ സീരിയൽ. ആദ്യം മിഴുനീർ പൂക്കൾ എന്നൊരു സീരിയലാണ് തുടക്കം 97. പിന്നെ ഫുൾ ടൈം സീരിയലും സിനിമയും. കഴിവതും അച്ഛൻ ഇവിടെ വീട്ടിൽ കാണാറില്ല. കുങ്കുമപ്പൂ സീരിയൽ എന്ന് പറയുന്നത് വീട്ടമ്മ അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ ഹിറ്റായ ഒരു സീരിയലാണ്. ആശാശരത്തും അച്ഛനും കൂടെ ആ ഉള്ളൊരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എല്ലാവരും വിചാരിച്ചത് അച്ഛനും യഥാർത്ഥ മോളുമാണെന്നാണ്. ഏതാണ്ടൊരു ഫേസ് കട്ടൊക്കെ അങ്ങനെ തോന്നി. പലരും ചോദിച്ചിട്ടുണ്ട് JK പിള്ളയുടെ യഥാർത്ഥ മോളാണോ എന്ന്. മാത്രമല്ല അച്ഛൻ അഭിനയിച്ച കുറേ സീരിയലിൽ സ്വപ്നം, അമ്മ മനസ്സ്, പിന്നെ ഓർമ്മ, പൊരുത്തം, കുങ്കുമപ്പൂ, അതെല്ലാം രാജീവ് സാറിൻ്റെ KK രാജീവ് സാറിൻ്റെ ഇതായതുകൊണ്ട് പറയാം നല്ല ഇതായിരുന്നു. നല്ല അത് ഇപ്പം എന്നെന്നും നല്ല സ്റ്റാൻഡേർഡ് സീരിയലും പേരെടുത്ത സീരിയലുമാണ് അതൊക്കെ. ഒട്ടുമിക്ക പഴയ തലമുറയിലായാലും പുതിയ തലമുറയിലായാലും ഒട്ടുമിക്ക എല്ലാവരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ആ സിനിമയിലെ സൗഹൃദങ്ങൾ എങ്ങനെയായിരുന്നു? സൗഹൃദം നല്ല ഏറ്റവും കൂടുതൽ സൗഹൃദം ഈ പറഞ്ഞ നസീർ സാർ തന്നെയാണ് ഏറ്റവും കൂടുതൽ സൗഹൃദം. ഒരു നാട്ടുകാരടുത്തടുത്ത്, പിന്നെ ബാലങ്കി നായർ, മധു സാറ്, അങ്ങനെ പിന്നെ ഈ ലേഡീസിൽ ശാരദാമ്മ, കവിയൂർപ്പന്നമ്മ, മീന, ജയഭാരതി, ഇവരെല്ലാം നല്ല അടുപ്പമായിരുന്നു. കൂടുതലും പ്രേം നസീർ സാറുമായിട്ടായിരുന്നു അച്ഛൻ്റെ സൗഹൃദം. ഷൂട്ടിംഗ് സെറ്റുകളിലും എല്ലാ സ്ഥലത്തും അവർ രണ്ടുപേരും ഒരു നാട്ടുകാരാണ്. പിന്നെ അതിലുപരി അവർ തമ്മിൽ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചതാണ്. സീനിയറും ജൂനിയറായിട്ട് അങ്ങനെ തോന്നുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സൗഹൃദങ്ങൾ. സാറൊക്കെ ഞങ്ങളെ വീട്ടിൽ വന്നിട്ടുണ്ട്. നസീർ സാർ വന്നിട്ടുണ്ട്, ഉമ്മർ സാർ വന്നിട്ടുണ്ട്. അങ്ങനെ കുറേ താരങ്ങളൊക്കെ അക്കാലത്ത് അതായത് വീടുകളിൽ. കാരണം അന്നൊക്കെ ഒരു കാറിൽ ഷൂട്ടിംഗ് സെറ്റിൽ നിന്ന് ഇവർ ഒരുമിച്ചാണ് ഒരു കാറിൽ വരുന്നത്. അപ്പോൾ വരുന്ന വഴിക്ക് അന്ന് ലാൻഡ് ഫോണേ ഉള്ളൂ. അപ്പം അച്ഛൻ വിളിച്ചു പറയും അമ്മേൻ്റെ അടുത്ത്, ഞങ്ങൾ ആലപ്പുഴയിൽ നിന്ന് ഉദയ സ്റ്റുഡിയോയിലൊക്കെ ഷൂട്ടിങ്ങിന് പോകുമ്പോഴും ട്രിവാൻഡ്രത്ത് മോഹൻലാൽ സാറിന് അവിടെ വീട് വഴിയൊക്കെ അച്ഛനെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തിട്ടൊക്കെ വന്നിട്ടുണ്ട്. സാറിൻ്റെ വീട്ടിൽ അച്ഛൻ പോയിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ. കുറച്ചു കാലം വിട്ടു നിന്നിരുന്നു അദ്ദേഹം സിനിമയിൽ നിന്ന്. അത് എന്തായിരുന്നു? വിട്ടു നിന്നതല്ല, അങ്ങനെ നല്ല വേഷങ്ങൾ കിട്ടാത്തതുകൊണ്ട് അങ്ങനെ മാറി നിന്നുള്ളേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഈ സിനിമ അറിയാമല്ലേ, സിനിമയിലും രാഷ്ട്രീയത്തിൽ മറ്റേ ഇതുണ്ടല്ലോ, മറ്റേ ആ ഒരു പാരപരിപാടി അത് വന്നപ്പോൾ അച്ഛനെ വെച്ചുന്ന വേഷങ്ങൾ, അച്ഛനെ കാസ്റ്റ് ചെയ്ത വേഷങ്ങൾ അച്ഛന് കൊടുക്കാതെ വേറെ പലർക്കും കൊടുത്തിട്ടുണ്ട്. ആ സംഭവമൊക്കെ അച്ഛൻ്റെ ഇതുമായിട്ടുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ, അച്ഛനൊരു സിനിമ വിളിച്ചു, അത് PG വിശ്വനാഥ് സാറിൻ്റെ പടമായിരുന്നു. ഞാൻ കൂടെ അച്ഛനോട് ഞാൻ അച്ഛനോട് ഇതിന് കൂട്ടുപോകണമെന്ന്. അച്ഛൻ ഒറ്റയ്ക്ക് ഞാൻ കൂടെ പോകും. അപ്പോൾ അച്ഛനെ സെലക്ട് ചെയ്തു. അച്ഛന് റേറ്റെല്ലാം പറഞ്ഞ് ഇത്രത്തെ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞു. അച്ഛനും ഞാനും കൂടെ ആലുവയിൽ ചെന്ന് റൂം എടുത്തിട്ട് പിറ്റേ ദിവസം അറിയുന്നത് അച്ഛനെതിൽ വേഷമില്ല, ആ വേഷം തിലകം ചെയ്തു.
അപ്പോൾ അങ്ങനത്തെ സൂപ്പർ പാരകളും ഇതിനകത്തുണ്ട്. അപ്പോൾ അച്ഛനെ വെച്ചിരുന്ന ഒരുപാട് വേഷങ്ങൾ ജോസ് പ്രകാശും ബാലങ്കൻ നായരും കൊണ്ടുപോയിട്ടുണ്ട്. മെയിനായിട്ട് കുറേ കൂടെ പോപ്പുലർ ആവാത്തതിൻ്റെ കാരണം സിനിമയിലുള്ള പാര തന്നെയാണ്. അത് പച്ചയ്ക്ക് തന്നെ പറയുന്നു. എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണത്. അച്ഛനെ കാസ്റ്റ് ചെയ്ത പല റോളുകളും മറ്റു പലരുടെയും പാര വച്ചിട്ട് ഈ ബാലങ്കൻ നായരും ജോസ് പ്രകാശും ചെയ്തിട്ടുണ്ട്. അല്ല, ഇത്രയും സീനിയർ നടനായിട്ടും അദ്ദേഹവും അദ്ദേഹത്തിലുള്ള അനുഭവങ്ങൾ അദ്ദേഹത്തിനുണ്ടാവും. ഉണ്ട്. ഇത്രയും സീനിയർ നടൻ അത് അംഗീകരിച്ചിട്ടില്ലല്ലോ. സീനിയർ നടനാണെങ്കിൽ ഇപ്പം അച്ഛൻ മരിക്കുമ്പം അച്ഛനത്തോളം സർവീസുള്ള വേറെ ആരും ഇല്ലായിരുന്നു. അത്രയും വർഷം അഭിനയിക്കുകയും ആരും ഇല്ലായിരുന്നു. മധുസാർ അച്ഛനേക്കാളും 5 ദിവസത്തിന് ഇളയതാണ്, 10 ദിവസത്തിന് ഇളയതാണ്. അച്ഛനേക്കാളും 10 ദിവസത്തിന് ഇളയതാണ് മധുസാർ. അപ്പോൾ അച്ഛനെ ഒരുപാട് വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു അംഗീകാരം മലയാള സിനിമയെന്നോ ഒന്നിലും കിട്ടിയിട്ടില്ല. ഇത്രയൊരു തലമൂത്ത കാരണവരാണെന്നുള്ള ആ സ്ഥാനമൊന്നും അച്ഛന് കിട്ടിയിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞ സിനിമയുടെ പാര. വേണ്ടത്ര കിട്ടിയിട്ടില്ല, ഇല്ല, ആരും അംഗീകരിക്കുന്നു. പക്ഷെ എങ്കിലും അദ്ദേഹം കാര്യസ്ഥനിൽ ഉൾപ്പെടെ കാര്യസ്ഥനിൽ വളരെ ശ്രദ്ധേയമായ കഥാപാത്രമായിരുന്നു. അത് തന്നെ കാര്യസ്ഥന വേഷം തന്നെയും മധുസാറിനെ ഫിക്സ് ചെയ്തിട്ട് അച്ഛൻ പറഞ്ഞാണ്. മധുസാറിനെ ഫിക്സ് ചെയ്തിട്ട് അച്ഛൻ്റെ വേഷം ജഗന്നാഥവർമ്മയ്ക്ക് കൊടുക്കാണ്ട് പ്ലാൻ ചെയ്തതാണ്, ജഗന്നാഥവർമ്മയ്ക്ക്. പക്ഷേ അതിൻ്റെ സംവിധായകൻ തോമസൻ സാറിൻ്റെ നിർബന്ധമായിരുന്നു അച്ഛനെ തന്നെ കൊടുക്കണമെന്ന് വേണ്ടി വന്നത്. അതാണ് അച്ഛനെ വേഷം കിട്ടിയത്. അല്ലെങ്കിൽ അത് ജഗന്നാഥവർമ്മ കൊണ്ടുപോയി. ചേട്ടൻ കൂടെ പോയിരുന്നു, എനിക്കറിയാലോ, കൂടെ പോയിരുന്നു. അച്ഛൻ പറഞ്ഞതിനപ്പുറം വേറെ അച്ഛനോട് പോകുമ്പോൾ അച്ഛൻ പറയുമല്ലോ കാര്യങ്ങൾ. അല്ല, അപ്പൊ പുതുതലമുറയുടെ ഒപ്പം പ്രവർത്തിച്ച് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ലേ അവരോടൊപ്പമുള്ള അനുഭവങ്ങളൊക്കെ? പുതുതലമുറ അങ്ങനെ അച്ഛനെ ആരുമായിട്ട് അങ്ങനെ പുതുതലമുറ ദിലീപായിട്ട് നല്ല പരിചയമാണ്. നല്ല സാധനം. ദിലീപ് നല്ല അഭിപ്രായം. ദേവൻ പുതുതലമുറ എന്ന് പറയാൻ പറ്റില്ലല്ലോ. ദിലീപായിട്ട് നല്ല അടുപ്പമാണ്. ദിലീപിനെ പറ്റി നല്ല അഭിപ്രായമായിരുന്നു. അമ്മ സംഘടനയിലേക്ക് അച്ഛനെ എൻട്രി കൊടുത്തത് ദേവൻ സാറാണ്. ഓ, അപ്പൊ അതുവരെ അദ്ദേഹം മെമ്പർ ആയിരുന്നില്ല? ഇല്ല. അത് എന്തുകൊണ്ടായിരുന്നു? അത് ഈ ചെറിയൊരു മലയാള സിനിമയിൽ അംഗീകാരം കിട്ടാത്തതുകൊണ്ട്, ആ സിനിമാ ലോകത്തുള്ള ഒരു ഇത്. ഓ, അപ്പൊ ഇത്രയും സീനിയർ ഒരു നടനായിട്ട് പോലും തുടക്കകാലത്ത് അദ്ദേഹത്തിന് ഇല്ല, കിട്ടില്ല. അത് ദേവൻ സാറിന്റെ ഒറ്റ നിർബന്ധമാണ് അച്ഛൻ അമ്മയിൽ തന്നെ അംഗത്വം കിട്ടുന്നത്. മാഡം, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എല്ലാ രാഷ്ട്രീയത്തിലും സിനിമാ ലോകത്തും എല്ലായിടത്തും ഉള്ള ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ഈഗോ, അത് തന്നെയാണ് എല്ലായിടത്തും. മുത്തശ്ശന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടിയാണ് ഇരിക്കുന്നത്. പേരക്കുട്ടിക്കും പലതും പറയാനുണ്ടാവും. എന്ന് വെച്ചാൽ പലരും വളരെയധികം അടുപ്പമുണ്ടായിരുന്നു മുത്തശ്ശന് പേരക്കുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒന്ന് പറയാം. അപ്പൂപ്പൻ്റെ ഇപ്പോൾ ഓരോ പ്രോഗ്രാമിനൊക്കെ കൊണ്ടുപോകണമെന്ന് ഒരു ഒഫീഷ്യൽ ഡ്രൈവറായിരുന്നു ഞാൻ ശരിക്കും പറഞ്ഞത്. ഓരോ പ്രോഗ്രാമിന് കൊണ്ടുപോകുമ്പോൾ അത് മാത്രമല്ല, നല്ലൊരു സ്നേഹം കൊച്ചുമക്കൾ, അതായത് ഞങ്ങളുടെ കൂടെ ആയിരുന്നല്ലോ അപ്പൂപ്പൻ. ഒരു ഗുരുസ്ഥാനീയനായിട്ട് വേണമെങ്കിൽ എനിക്ക് കാണാവുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് നവതി സമയത്ത് KPCC അദ്ദേഹത്തിന് ഒരു ആദരവ് അതേക്കുറിച്ച്. അല്ല, അതെന്ന് പറഞ്ഞാൽ അത് 10 വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്, അതുകൊണ്ട്. അച്ഛനെന്ന് പറഞ്ഞാൽ അതായത് ഞാൻ പറയാം, രാഷ്ട്രീയം, പട്ടാളം, സിനിമ, നാടകം, സീരിയൽ. കാരണം 13 വർഷം പട്ടാളക്കാരനായിരുന്നു, ഇത്രയും വർഷം സിനിമയിലുണ്ടായിരുന്നു, നാടകത്തിലുണ്ടായിരുന്നു, സീരിയലിലുണ്ടായിരുന്നു, പിന്നെ ഇതേപോലെ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. അപ്പോൾ ആ രാഷ്ട്രീയത്തിൽ പുള്ളി ഒരു കറകളഞ്ഞ കോൺഗ്രസ്സുകാരനാണ്. ഞാനാണ് കൊണ്ടുപോയത് ട്രിവാണ്ടത്ത് KPCC ഓഫീസിൽ. ഭയങ്കര ചടങ്ങായിരുന്നു. അപ്പോൾ അത് ഞാൻ അച്ഛനെ കൊണ്ടുപോയത് ഭയങ്കര പക്ഷം. അത് ആ പ്രോഗ്രാം അറേഞ്ച് ചെയ്തത് എടുത്തു പറയത്ത കാര്യം VM സുധീരൻ എന്ന് പറയുന്ന സാറാണ്. അത് കാര്യം VM സുധീരൻ അച്ഛനോട് നല്ല അടുപ്പമാണ്, മരത്തിൻ്റെ. അപ്പോൾ VM സുധീരൻ സാറിൻ്റെ ഒരൊറ്റ നിർബന്ധമാണ് അന്ന് ആ ഫംഗ്ഷൻ അവിടെ വെച്ചത്. അതിന് തന്നെ അതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ കൊടുക്കണ്ട, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഉള്ള ആൾക്കാർ. പക്ഷേ VM സുധീരൻ സാർ അന്ന് ഇത്ര സ്ട്രോങ് ആയതുകൊണ്ട് ഇല്ല, GK പിച്ചറിന് കൊടുക്കണം എന്ന് പറഞ്ഞ് പുള്ളിയാണ് അത് അറേഞ്ച് ചെയ്തത്. ഭയങ്കര ഒരു സെലിബ്രേഷൻ ആയിരുന്നു അത്. ഈ സുധീരൻ സാറ് അച്ഛനെ ആദരിക്കുകയും ക്യാഷായിട്ടൊക്കെ തന്നെ കൊടുക്കുകയും അച്ഛനെ നല്ല ഒരു ഇതായിരുന്നു. 90 വയസ്സ് ഞാനാണ് അച്ഛൻ്റെ കൂടെ, ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെയാണ് അച്ഛൻ്റെ കൂടെ പോയത് ഇന്ദിരാഭവനിൽ. അതൊക്കെ നല്ലൊരു ആദരവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അച്ഛനുള്ളൊരു കുഴപ്പം, പബ്ലിസിറ്റിക്ക് വേണ്ടി അച്ഛൻ അങ്ങനെ ഒന്നും പോയി ചെയ്യത്തില്ല. ആരെയും കാല് പിടിക്കുകയോ റെക്കമെൻഡ് അങ്ങനെ ഒന്നുമില്ല. അതാണ് അച്ഛൻ്റെ ഒരു ഈ ഫീൽഡിൽ കുറച്ച് ഇടിവ് വരാനുള്ള അങ്ങനെയൊക്കെ ഒരു കാരണമുണ്ട്. മറ്റുള്ളവരെ അങ്ങനെ അച്ഛൻ പറഞ്ഞാൽ അച്ഛനെ കിട്ടാനുള്ള അച്ഛനെ കിട്ടുമെന്നുള്ള ഒരു ചിട്ടയായ ശീലം എല്ലാവരും സിനിമാ രംഗത്തുള്ളവരും അല്ലാത്തവരും എല്ലാവരും പറയുന്ന ഒരു കാര്യമായിരുന്നു. വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു അദ്ദേഹം. ഒരിക്കലും മദ്യം തൊടില്ല, അങ്ങനെ വളരെയധികം ഇതുണ്ടായിരുന്നു. അതേക്കുറിച്ച് ഒരുപക്ഷെ മകനും മരുമകൾക്കാണ് വളരെയധികം അറിയാൻ പറ്റും. നിങ്ങളുടെ കൂടെയാണ് താമസിച്ചിരുന്നത്. അതെ, അത് ഞങ്ങളുടെ താമസിച്ചത്. അച്ഛനെ പറ്റി കൂടുതൽ അറിയാവുന്നത് എനിക്കും വൈഫിനും എൻ്റെ മകനും തന്നെയാണ്, മക്കൾ തന്നെ. അത് അച്ഛന് 6 കുപ്പി കിട്ടുമായിരുന്നു. പട്ടാളത്തിൻ്റെ കോട്ട ഈ ഞാനപോയി വാങ്ങിക്കുന്നത്. അപ്പോൾ അച്ഛന് പോകാത്തന്നെ ഞാനപോയി വാങ്ങിക്കുന്നത്. ഈ കുപ്പി അച്ഛൻ ഇവിടെ കൊണ്ടുവയ്ക്കും. അച്ഛൻ കഴിക്കില്ല. അത് അച്ഛൻ ഇതേപോലെ ഡയറക്ടർമാർക്കും പ്രൊഡ്യൂസേഴ്സിന് അല്ലെങ്കിൽ അച്ഛന് ഏറ്റവും പരിചയമുള്ള ആൾക്കാർക്ക് എങ്ങനെ കൊടുക്കും. അത് സത്യമാണ്. പിന്നെ സിനിമയിൽ എപ്പോഴെങ്കിലും ഷൂട്ടിങ്ങിന് വേണ്ടി മദ്യപിച്ചൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെ അത് കഴിച്ചായിട്ട് ഇങ്ങനെ എനിക്ക് ഓർമ്മയില്ല.
ചിട്ടയെന്ന് പറഞ്ഞാൽ നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ചിട്ടയാണ് അച്ഛൻ്റെ. കുറച്ച് ആർക്കും അതുപോലെ ചെയ്യാൻ പറ്റൂല. പറ്റൂല. അതാണ് അച്ഛന്റെ ശബ്ദം. അച്ഛന്റെ ഏറ്റവും അച്ഛൻ ജ്യൂസ് കുടിക്കത്തില്ല, തണുത്ത നാരങ്ങ വെള്ളം കുടിക്കത്തില്ല, ജ്യൂസ് കുടിക്കത്തില്ല. അങ്ങനെ എവിടെയെങ്കിലും ഒരു വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ തണുത്ത ആഹാരം കൊണ്ട് വെച്ചാൽ കഴിക്കത്തില്ല. പിന്നെ ആവശ്യമില്ലാതെ ഇപ്പോൾ ഒരു പച്ചവെള്ളം വീട്ടിൽ ഇരിക്കുമ്പം ദാഹിച്ചൊരു പച്ചവെള്ളം കുടിച്ച അച്ഛൻ ചോറിന് കഴിക്കാൻ അരമണിക്കൂർ കഴിയിട്ട് വെള്ളം കുടിച്ചതേ ഉള്ളൂ, അരമണിക്കൂർ കഴിയും. അത്രയ്ക്കും ആഹാരത്തിനോട് ഭയങ്കര ആഹാരമല്ല മൊത്തത്തിൽ ആ ബോഡി. എന്തെങ്കിലും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് കഴിക്കത്തില്ലേ, അതുപോലും അച്ഛൻ കഴിക്കത്തില്ല. പക്ഷെ അതുകൊണ്ട് അച്ഛൻ 97 വയസ്സ് വരെ സത്യം പറഞ്ഞ അച്ഛൻ കിടന്നില്ല അച്ഛൻ ഒരു ഇച്ചിരി അവശത വന്നു എന്നുള്ളതല്ലാതെ അച്ഛൻ പുറത്തൊക്കെ യാത്ര ചെയ്യാൻ ഒരു 6 മാസം 1 കൊല്ലം അച്ഛൻ അങ്ങനെ വീട്ടിനകത്ത് റെസ്റ്റ് എടുത്തു എന്നുള്ളതല്ലാതെ നടന്ന് തന്നെയാണ് ലാസ്റ്റ് അച്ഛൻ പോകുന്ന സമയത്തും അച്ഛൻ നടന്നാണ് വണ്ടിയിൽ കാറിൽ കയറി ഹോസ്പിറ്റലിൽ ചെല്ലുന്നത്. രാവിലെയും മരുമോളായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. ലക്ഷ്മിയായിട്ട് സംസാരിച്ച് ചായയൊക്കെ മേടിച്ച് കുടിച്ചിട്ട് നല്ലൊരു മരണമായിരുന്നു അച്ഛൻ. കൊറോണ വന്ന സമയത്താണ് ഒന്നിലും അഭിനയിക്കാൻ പോകാൻ പറ്റില്ല എന്ന് ഗവൺമെൻറ് ഡിക്ലെയർ ചെയ്തതിന് ശേഷം അപ്പോൾ അച്ഛൻ അതങ്ങൊരു വിഷമമായിപ്പോയി. സൂര്യകാന്തി എന്ന് പറഞ്ഞ സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അത് പകുതി വെച്ച് നിർത്തേണ്ടി വന്നു. പിന്നെ അച്ഛൻ ആ കസേരയിൽ അങ്ങ് ഇരിപ്പായി. പക്ഷേ അച്ഛനൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ, അച്ഛൻ നല്ല ആക്റ്റീവാണ്, പക്ഷെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ആ ഒരു വിഷമം അതാണ് അച്ഛനെ ശരിക്കും ഡൗൺ ആക്കിയത്. അച്ഛനെ ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ എന്നൊരു തോന്നൽ മനസ്സിലിങ്ങനെ വന്നു. അങ്ങനെ ഒരു 3 മാസം അങ്ങനെ കടന്നുപോയി. പിന്നെ ഓരോ ആൾക്കാർ ഇൻ്റർവ്യൂ ചെയ്യാനും ഷൂട്ടിങ് ചെയ്യാനൊക്കെ നമ്മളെ വീട്ടിൽ വരുമായിരുന്നു. പിന്നെ ഇവിടെ MLA ആയിരുന്ന ജോയ് സാറ് വരുമായിരുന്നു. അത് മേഡം ഒന്നുകൂടെ കുറച്ചുകൂടെ വ്യക്തമാക്കിയാൽ ഈ കൊറോണ വന്നതാണ് അച്ഛൻ്റെ ആ സീരിയൽ അതങ്ങ് ബ്രേക്കായത്. അതിനു മുമ്പ് ആൾ എപ്പോഴും ആക്റ്റീവാണ്. അത്രയും പ്രായത്തിലും ചെവിയേക്കാം, ക്യാമറയ്ക്ക് മുമ്പ് നിൽക്കുന്നു, അവർ പറയുന്നത് കേൾക്കുന്നു, പ്രൊമോട്ട് ചെയ്യുന്നു, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ അച്ഛൻ ആ ഷൂട്ടിംഗ് സമയത്ത് ആ കൊറോണ വന്നപ്പോൾ പാക്കപ്പ് ചെയ്തു. പിന്നെ അതോടുകൂടി ആളങ്ങ് സ്റ്റക്കായി. പക്ഷേ കൊറോണ വരായിരുന്നെങ്കിൽ ആ സീരിയൽ മൊത്തം കംപ്ലീറ്റ് ചെയ്തിരുന്നു. സൂര്യകാന്ത് ഇപ്പോഴും അച്ഛൻ ജീവിച്ചിരിക്കുകയാണ്. പിന്നെ ചിട്ട തന്നെയാണ് പറയാൻ പറ്റുക. എല്ലാ ചൂടുവെള്ളത്തിലേക്ക് കുടിക്കൂ, ചൂട് വെള്ളമേ കുടിക്കൂ, വളരെ നിർബന്ധമാണ്. ഇനിയിപ്പോൾ യേശുദാസ് പറഞ്ഞ കണക്ക് ഇപ്പോൾ കഴിക്കുന്ന അമൃതമാണെങ്കിൽ പോലും പുള്ളി ഇതൊന്നും പുള്ളി കഴിക്കത്തില്ല. ഇപ്പം നമ്മൾ കൊണ്ടുകൊടുക്കുന്ന അമൃതമാണ്, പക്ഷെ അച്ഛന് ദോഷമുണ്ട്, അച്ഛൻ അത് കഴിക്കത്തില്ല. രാവിലെ എണീച്ചുകൊണ്ടാൽ കൃഷിപ്പണിയാണ് അച്ഛൻ്റെ മെയിൻ. അത് കഴിഞ്ഞതിന് ശേഷം അമ്പലത്തിൽ പോയി ദൈവത്തിനെ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിഞ്ഞ് പിന്നെ അച്ഛൻ്റെ കാര്യങ്ങൾ എഴുതാനൊക്കെ കാണും, അങ്ങനെ കുറേ വർക്കുകളെല്ലാം കാണും. വീട്ടിൽ ഉള്ള ദിവസത്തെ കാര്യമാണ്. അങ്ങനെ നല്ല ചിട്ടയൊരു ജീവിതമായിരുന്നു അച്ഛൻ്റേത്. പിന്നെ മരണം വളരെ പെട്ടെന്നായിരുന്നു, നമ്മൾ ഒരിക്കലും കരുതിയല്ല. കാരണം മരണം എന്ന് പറയുമ്പോഴത്തേക്ക് ബുധനാഴ്ച വരെ ഒരു കുഴപ്പമില്ല. ഇവിടെ മരുമോളം എല്ലാം കൊടുക്കും, നമ്മളെ പോലെ എന്നെ പറഞ്ഞത് കറക്റ്റ് തന്നെ, എല്ലാം കൊടുക്കും, കാര്യങ്ങളൊക്കെ നോക്കും, എല്ലാം ഇരുന്ന് അവിടെ ആ ഫ്രണ്ട് ഇരിക്കും. അച്ഛൻ ഷൂട്ടിംഗ് അല്ലെങ്കിൽ ഫ്രണ്ട് ഇരിക്കും. രാവിലെ നല്ല ആകുണ്ടെങ്കിൽ എന്നും അച്ഛൻ 2 മണിക്കൂർ അച്ഛൻ ഈ പറമ്പിലൊക്കെ അച്ഛൻ ഭയങ്കര ഇഷ്ടമാണ്. അത് രാവിലെ എന്തെങ്കിലുമൊക്കെ പണി ചെയ്യും, എന്നിട്ട് കുളിച്ചിട്ട് അവിടെ തൊഴുതിട്ട് വന്നേ ഭക്ഷണം കഴിക്കുകയുള്ളൂ. ബുധനാഴ്ച ഉച്ചയാകുമ്പോൾ ഒരു ബ്ലീഡിങ് പോലെ വന്നു. നമ്മളപ്പം തന്നെ ആശുപത്രി കൊണ്ടുപോയി. അപ്പോൾ അവർ ഇത്തിരി സീരിയസ് ആണ്, മെഡിക്കൽ കോളേജിൽ എത്തിക്കാൻ പറഞ്ഞു. എന്നെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. വെള്ളിയാഴ്ച രാവിലെ ആയപ്പോൾ 7:30 മണിക്ക്, അത്രയേ ഉള്ളൂ. വെള്ളിയാഴ്ച രാവിലെ 7:30 മണിക്ക് മരിക്കുന്നു, ഡിസംബർ 31. മരണശേഷം സിനിമാ രംഗത്ത് എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്നും വന്നില്ല, ഒരുവിധം അങ്ങനെ ആരും വന്നില്ല എന്ന് തന്നെ പറയാം. സീരിയൽ രംഗത്തെ ആൾക്കാർ വന്നു, സിനിമാ ലോകത്തുനിന്ന് കരമന മറ്റേ അയാളുടെ പേരെന്താ, കരമനയുടെ മോൻ്റെ സുധീർ കരമന വന്നിരുന്നു. വേറെ ആരും അങ്ങനെ വന്നില്ല. അമ്മ സംഘടനയിൽ ഇന്ദ്രൻ സാർ വന്നിരുന്നു. ഇന്ദ്രൻ സാർ ഉണ്ടായിരുന്നു. പിന്നെ ഇത്രയും ദൂരമല്ലേ മാഡം, ചിലപ്പോൾ അവരൊക്കെ എറണാകുളത്ത് ഇവിടെ വരെ വരാൻ ചിലപ്പോൾ ആ ഒരു അടുപ്പം അത് എല്ലായിടത്തും ഉണ്ടല്ല, നമുക്ക് അതിൽ ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ മധുസാറും ജി കെ പിള്ള സാറും തമ്മിൽ നല്ല അടുപ്പം. അച്ഛൻ്റെ മധുസാറിൻ്റെ 2 പടത്തെ അച്ഛൻ ആക്കിയിട്ടുണ്ടല്ലോ, ആക്രമണം ഒക്കെ മധുസാറിൻ്റെ അച്ഛന് നല്ല വിഷം കൊടുത്തായിരുന്നു. പിന്നെ പണ്ടത്തെ ഇവരെല്ലാവരുമായിട്ടായാലും കുറച്ച് പേരില്ലേ ഉള്ളൂ മാഡം. ഇന്നത്തെ കണക്ക് ഒരുപാട് നടന്മാർ അന്നില്ല. അന്ന് എടുത്തു പറഞ്ഞ നടൻ നസീർ സാറ്, ജി കെ പിള്ള, SP പിള്ള, KP ഉമ്മർ, കൊട്ടാരക്കര ആണുങ്ങൾ, പെണ്ണുങ്ങൾ മീന, കവിയൂർപ്പന്നമ്മ, ജയഭാരി, ശീല, അതും തീർന്നു. സിനിമാ ലോകം തീർന്നു. ശ്രീലത. അന്ന് ഞാനീ പറഞ്ഞ അത്രയും പേരേ ഉള്ളൂ. നമ്മൾ സിനിമ ആണ്, എവര് തന്നെ ഇങ്ങനെ റോള് വല്ല മാറി തിരിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. വില്ലൻ വേഷങ്ങളെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് ഈ വടക്കംപാട്ട് സിനിമകളിലൊക്കെ വില്ലൻ കഥാപാത്രങ്ങൾ. അതേക്കുറിച്ച് അത് വടക്കംപാട്ടൊരു വില്ലൻ എന്ന് പറയാൻ പറ്റില്ല മാഡം. വടക്കം എന്ന് പറയുമ്പോൾ ആ പുരാണ കഥാപാത്രങ്ങൾ അച്ഛനെ യോജിച്ച വേഷങ്ങളായിരുന്നു അത്. അത് അച്ഛൻ്റെ ശരീരവും ആ സൈസും പ്രതവും കൊണ്ട് അച്ഛനെ വടക്കംപാട്ട് നന്നായിട്ട് ചേരും. രാജപാട്ട കെട്ടി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ തോന്നും. അത് നസീർ സാറും അങ്ങനെ തന്നെയാണ്. നസീർ സാർ എല്ലാവർക്കും അത് പറ്റത്തില്ല.
മനസ്സിലായില്ലേ? അപ്പോൾ അച്ഛൻ ആ കുഞ്ചാക്കോട്ടുള്ള അങ്ങനെയാണ് ആ കുഞ്ചാക്ക് ആദ്യം അച്ഛനെ വിളിക്കുന്നത്. അച്ഛൻ്റെ ആ സൈസും രൂപവും കണ്ടിട്ടാണ് കുഞ്ചാക്ക്. പിന്നെ കുഞ്ചാക്കയുടെ സ്ഥിരം ഞാൻ എത്രയോ തവണ സ്റ്റേഷനിൽ പോയിട്ടുണ്ട്, എത്രയോ പ്രാവശ്യം പോയിട്ടുണ്ട്, എത്രയോ പ്രാവശ്യം പോയിട്ടുണ്ട്. പിന്നെ കുഞ്ചാക്ക അച്ഛനെ കൊണ്ട് അതിഭയങ്കരമായ ബന്ധമായിരുന്നു. അച്ഛൻ വേഷം ഇല്ലെങ്കിൽ കുഞ്ചാക്ക സാറ് വേഷം ഉണ്ടാക്കി കൊടുക്കും. പക്ഷെ അങ്ങനെ കൊടുത്തൊരു സംവിധാനമാണ് ഈ ഹരിഹരൻ സാറ്. അപ്പോൾ ഹരിഹരൻ സാറ് മുമ്പ് കാലം അച്ഛനെ വിളിക്കത്തില്ലായിരുന്നു. പുള്ളി ഒരുപാട് പടം ചെയ്തിട്ടുണ്ട്, അച്ഛനെ വിളിച്ചിട്ടില്ല. പിന്നെ ഏതോ ഒരു സന്ദർഭത്തിൽ പുള്ളിക്ക് അങ്ങനെ ഓട്ടോമാറ്റിക്കായി തോന്നിയാണ് അച്ഛൻ ആദ്യമായിട്ട് അങ്കൂരത്തിൽ വിളിക്കുന്നത്. അങ്കൂരം ഫുൾ വേഷം വരുന്ന അച്ഛന് തുടക്കം മുതൽ അവസാനം വരച്ചുണ്ട്. അങ്കൂരം ഷൂട്ടിംഗ് കൊണ്ടുവച്ചായിരുന്നു. ഞാൻ പോയിരുന്നു. അന്ന് ഹരിഹരൻ സാറിനെ അങ്ങോട്ട് വിളിച്ചാണ് ഭക്ഷണം കഴിച്ചത്. നല്ല വേഷം വരുന്നു. പിന്നെ ആ പടത്തോടു കൂടി വേഷം ഇല്ലാതിരുന്നിട്ട് പോലും പുള്ളി അതിൽ വേഷം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. കാര്യം അതൊക്കെ നമ്മൾ എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. ഹരൻ സാറ് ചെയ്തിട്ടുള്ളത്. കാര്യം ലാവാന്നൊരു പടത്തിൽ അച്ഛന് വേഷം ഇല്ലായിരുന്നു. 2 സീനിൽ അച്ഛൻ എൻ്റെ അകത്ത് ഒരു വേഷം ഉണ്ടാക്കി കയറ്റി. അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ വലിയ അടുപ്പമായിരുന്നു. ഹരൻ സാർ അച്ഛനോട് നല്ല അടുപ്പമായിരുന്നു കേട്ടോ. നല്ല അടുപ്പമായിരുന്നു. അച്ഛൻ ചെന്ന് പറയുമ്പോൾ മറ്റുള്ളവർ കേട്ടില്ലെങ്കിൽ അച്ഛനതൊരു ബുദ്ധിമുട്ടാണ്. അച്ഛൻ അങ്ങനെ കൂടുതൽ ആരുടെ അടുത്തും റെക്കമെൻഡ് ചെയ്യാനായിട്ട് അങ്ങനെ പോവും. അച്ഛന് വലിയ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ കണ്ടെത്തി ചാൻസ് മേടിക്കണം. എൻ്റെ പേര് പറഞ്ഞ് അങ്ങനെ അതിൻ്റെ ഒരു ആവശ്യമില്ല. അച്ഛനും അങ്ങനെ സ്വയം കണ്ടെത്തിയാണ് അച്ഛൻ ഈ ഫീൽഡിൽ വന്നത്. അച്ഛൻ കൂടുതലും വില്ലൻ കഥാപാത്രങ്ങളല്ലേ അഭിനയിക്കുന്നത്. അപ്പോൾ ഈ ബലാത്സംഗം ചെയ്യുന്നതും ശാരദയായാലും ജയഭാരതയായാലും ഷീലയൊക്കെ അപ്പോൾ ഈ പുറകെ ഇരുന്ന് പെണ്ണുങ്ങൾ പറയും അവനിട്ട് കൊടറ ചവിട്ട്, ഞങ്ങളത് കേട്ടോ. മക്കളാണെന്ന് അറിയത്തില്ലല്ലോ, അവർക്ക് അറിയില്ലല്ലോ. അപ്പോൾ കൊടുക്കുക. വില്ലന്മാരെ പൊതുവെ എല്ലാവർക്കും അവിടെ, പക്ഷെ അവർ ശുദ്ധഹൃദയന്മാരും പാവമാണ്. ആദ്യത്തെ പുരസ്കാരം സ്നേഹസീമ എന്നുള്ള ചിത്രത്തിനാണ്. അന്ന് ഗവൺമെൻറ് ഈ പുരസ്കാരങ്ങളൊന്നും ഇല്ലായിരുന്നു ആ സമയത്ത്. പിന്നെ അച്ഛൻ്റെ ഈ അഭിനയം കണ്ട് അങ്ങനെ ഒരു പുരസ്കാരം കൊടുത്തിട്ടുള്ളതേ ഉള്ളൂ. മദ്രാസ് ഫിലിം അസോസിയേഷൻ. അല്ലാതെ പിന്നെ പ്രത്യേകിച്ചൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ അവസാനം പത്മശ്രീക്ക് വേണ്ടിയിട്ട് സുധീരൻ ശ്രമിച്ചായിരുന്നു. അപ്പോഴും കൊടുത്തില്ല അവർ. 2-3 പ്രാവശ്യം അച്ഛന് വേണ്ടിയിട്ട് ഈ ഇടതുപക്ഷക്കാർ AK ബാലൻ സാറും അച്ഛന് വേണ്ടിയിട്ട് ശ്രമിച്ചു. പക്ഷേ എല്ലാം രാഷ്ട്രീയ പ്രേരണ കാരണം അതൊക്കെ അച്ഛൻ നഷ്ടപ്പെടുകയാണ് ചെയ്തത്. തുടക്കം ശ്രീധരൻ സാറാണല്ലേ, ഗോവ ഗവർണർ. ഗോവ ഗവർണർ. ആദ്യം സുധീരൻ സാറ്, അത് കഴിഞ്ഞിട്ടാണ് ശ്രീധരൻ സാർ. രാഷ്ട്രീയത്തിൽ നിന്നും അംഗീകാരം കിട്ടിയിട്ടില്ല, സിനിമയിൽ നിന്നും അംഗീകാരം കിട്ടിയിട്ടില്ല. അങ്ങനത്തെ അത് അച്ഛന് ഏറ്റവും വലിയ വിഷമമാണ്. സിനിമയുടെ 100ാം വാർഷികം മദ്രാസിൽ വെച്ച് അവാർഡ് കൊടുത്തായിരുന്നു. 100ാം വാർഷികത്തിൻ്റെ ആ പരിപാടിക്ക് അച്ഛന് പോകാനായിട്ടുള്ള ഫ്ലൈറ്റ് ടിക്കറ്റും എല്ലാം ഇവിടെ വന്നു. ക്ഷണവും ഫ്ലൈറ്റ് ടിക്കറ്റും കൊടുത്ത് പ്രസിഡൻറ്റിൻ്റെ നിന്ന് അച്ഛൻ തലേ ദിവസം ചെല്ലണം. പിന്നെ അടുത്ത ദിവസം മധുവിനാണ് കൊടുക്കുന്നത്. അതേസമയം മധുവിനെക്കാട്ടിയും 10 വർഷം മുന്നേ സിനിമയിൽ വന്ന് ഈ 100 വർഷം ആഘോഷിക്കുമ്പം അച്ഛന് വേണം പ്രഥമ സ്ഥാനം കൊടുക്കേണ്ടത്. പക്ഷേ ഗവൺമെൻറ്റല്ല സിനിമാക്കാർ വേണം ചെയ്യേണ്ടത്. പക്ഷെ അത് ചെയ്തിട്ടില്ലായിരുന്നു. അച്ഛന് ഭയങ്കര വിഷമമായിരുന്നു. അച്ഛൻ അതുകൊണ്ട് ആ പരിപാടിക്ക് പോയുമില്ല. ഇത്രയും സീനിയർ ആൾ ഉള്ളപ്പോഴത്തേക്കും അത്രയും ഒരു പരിഗണന സിനിമാ ലോകത്തൊന്നും ഒരാഴ്ചയൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ അച്ഛൻ്റെ കൂടെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട്, അച്ഛൻ ഒരു ഇടതുപക്ഷ ചിന്താധികാരനായിരുന്നെങ്കിൽ ഒരു സ്റ്റേറ്റുകാരൻ നമ്മളെ വീട്ടിൽ കട പോയിരുന്നു. ഉറപ്പായിട്ട് അവർ ചെയ്യുമായിരുന്നു. ഇടതുപക്ഷമായിരുന്നെങ്കിൽ അച്ഛൻ കറകളഞ്ഞ കോൺഗ്രസ്സുകാരനാണ്, സത്യമാണ്. അത് കറകളഞ്ഞ കോൺഗ്രസ്സുകാരനായിട്ട് VM സുധീരൻ സാറിൻ്റെ മാത്രം ഒരു ഇതിലാണ് അന്ന് അവിടെ ആദരവ് നടന്നത്. ഇപ്പം നസീർ സാറിൻ്റെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, പുള്ളി ഒരു നാട്ടുകാരനാണ്, അപ്പോൾ അച്ഛനെ അറിയാം. അപ്പോൾ ഒരു ഷൂട്ടിംഗ് സമയത്ത് ബാലങ്കൻ നായർ സാറെന്ന് വിളിക്കുന്നതാണ്. ബാലങ്കൻ നായർ, അച്ഛൻ, നസീർ അവരെല്ലാം ഒരു ഷൂട്ടിംഗ് ക്ലൈമാക്സ് നടന്നുകൊണ്ടിരിക്കുക മദ്രാസിൽ. 37 വർഷം മുമ്പുള്ള സംഭവം പറയുന്നതാണ്. ഇന്നത്തെ തലമുറ അത് അറിയണം. അപ്പോൾ അത് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിപ്പോഴത്തേക്ക് അച്ഛൻ ഈ സ്റ്റോണിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. നേരത്തെ ഉണ്ടായിരുന്നു, ഇതങ്ങ് സിവിയറായി, ചിലം കുഴഞ്ഞു വീണു, വേദന സഹിക്കാൻ വയ്യ. അപ്പോഴും നസീർ സാർ ഒന്നും അന്നത്തെ മമ്മൂട്ടി, ഇന്നത്തെ മോഹൻലാൽ ഒന്നുമല്ല. സൂപ്പർ സ്റ്റാറാണ് അന്ന് സൂപ്പർ സ്റ്റാർ പദവി ഇല്ലെങ്കിൽ നസീർ സാർ അത്ര മുന്തിലാണ്. ഇപ്പം ഞാൻ ഈ സംഭവം ഒന്നും അറിയുന്നില്ല. ഷൂട്ടിംഗ് പുള്ളി ബ്രേക്കാക്കിയിട്ട് അപ്പം തന്നെ അച്ഛനെ വിജയാസ്പിൽ കൊണ്ടുപോയി. പുള്ളി തന്നെ അപ്പം തന്നെ എല്ലാം പുള്ളിയോ ചെന്ന് നടക്കാത്ത ഒരു സംഭവം ഇല്ലല്ലോ. ഷൂട്ടിംഗ് ബ്രേക്കാക്കി. മാഡം 16 ദിവസം വിജയാസ്പിൽ കിടന്നു. ഇന്നത്തെ സിനിമാ ലോകത്തുള്ള എല്ലാവരും അറിയാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. 16 ദിവസം വിജയാസ്പിൽ കിടന്നു. ഈ 16 ദിവസത്തെ ഫുൾ ചെലവ്, അച്ഛന് കഴിക്കാനുള്ള ഫുഡ് കംപ്ലീറ്റ് അദ്ദേഹമാണ് വഹിച്ചത്. യെസ്. അല്ല, ഇന്നത്താരും ചെയ്യത്തില്ല. അത് ഇന്നത്താരും ചെയ്യത്തില്ല. 16 വേറെ സ്ഥലമാണ് ഞാൻ 16 ദിവസം രാവിലെയും വൈകുന്നേരവും അച്ഛനെ കണ്ടിട്ടേ പോലും ഷൂട്ടിങ്ങിന് പോകും. ഞാൻ അവിടെ ഉണ്ട്.
അച്ഛൻ അഡ്മിറ്റ് ആകുന്ന രാത്രി ലൈറ്റ്നിങ് കോൾ. അന്ന് ഈ വാട്സപ്പും ഫേസ്ബുക്കും ഒന്നുമില്ല. 30 വർഷം മുമ്പ് ലൈറ്റ്നിങ് കോളെന്ന് പറയും, എമർജൻസി കോളാണ് അത്. ലൈറ്റ്നിങ് കോൾ ഇവിടെ ഞങ്ങളുടെ ലാൻഡ് ഫോണിൽ വരുന്നു. അപ്പോൾ ഫോൺ എടുത്തപ്പോൾ ഞാനാണ് എടുത്തത്. ഇപ്പോഴും ആ ഇത് ഓർമ്മയുണ്ട്. ഹലോ, ജി കെയുടെ വീടല്ലേ അത് ചോദിച്ചു പുള്ളി. ഞാൻ പറയാതെ ഞാൻ പ്രേംസീറാണ്. ആ പുള്ളി കാര്യം പറഞ്ഞു. പിറ്റേന്ന് ഉച്ചയ്ക്കുള്ള വണ്ടിക്ക് എസ്പെഷ്യലി ഈ 37 പറയാൻ കാര്യം എനിക്ക് നേരെ മൂത്ത സൗകര്യം കല്യാണം കഴിച്ചിട്ട് 1 മാസം പോലും ആയില്ല. അപ്പോൾ പിന്നെ ഉച്ചയ്ക്കുള്ള മദ്രാസ് മെയിലിൽ ഞാനും അമ്മയും കൂടെ ചെല്ലുമ്പോൾ അവിടെ ബാലങ്ക എന്ന ഒരാളുണ്ട്, KP എന്നാണ് നസീർ ആളുണ്ട്. ഉള്ളത് തുറന്ന് പറയാമല്ലോ, ഒരു വിശാലമായ മുറി ചെങ്ങനെ കിടക്കുകയാണ്. ഇവരുണ്ട്, ബാലങ്കനാര ഒരാളുണ്ട്, നസീർ സാറിന് ആളുണ്ട്, KP സാറിന് ഒരാളുണ്ട്. ഒരു 3 പേരുണ്ട്. അന്ന് എല്ലാവരും വന്ന് അച്ഛനെ കണ്ട്. KP വന്നു, ശാരദാ മേഡം വന്നു, ഷീല മേഡം, അവരെല്ലാവരും വന്നിരുന്നു. പക്ഷേ ഈ 16 ദിവസം അന്നത്തെ ഈ ഓപ്പറേഷൻ ചാർജ് 3000 രൂപയാണ്. അന്നത്തെ 3000 എന്ന് മേഡം കൂട്ടിയത്. 5 പൈസ നമ്മുടെ കയ്യിൽ നിന്നായിട്ടില്ല. തിരിച്ച് ഫ്ലൈറ്റിലാണ് കയറ്റി വിട്ടത്. നസീർ സാറിൻ്റെ മരണസമയത്തും അച്ഛൻ തന്നെയായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. മരിച്ച് ബോഡി കൊണ്ടുവന്ന് വീട്ടിലടക്കം ചെയ്യുന്നത് വരെ അച്ഛൻ കൂടെ ഉണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ കാണാൻ ആഗ്രഹിച്ച മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം.